You are late again. Yes, you got any problem? നീ എന്തെന്ന് താമസിച്ചേ? Oh, come on, man. It's none of your fucking business. It is my business, Hailey. As long as I be your husband, what is happening around you is my fucking business. ഇനി പറ, നീ എന്താ താമസിച്ചെന്ന്? I was in a party. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറയണം ഹെയ്ലി, 12 o'clock മുമ്പ് വീട്ടിൽ കയറണമെന്ന്? Can you just stop it? താൻ ഏത് വർഷത്താ ജീവിക്കുന്നേ? It's 2026, man. Wake up. ഞാൻ വീട്ടിലെത്തിയില്ലേ? പിന്നെന്താ പ്രശ്നം? ഹെയ്ലി, നീ സമയം താമസിച്ച് വീട്ടിൽ കയറിയത് കൊണ്ടല്ല. ഇറ്റ്സ് നൈറ്റ്. ഇരുട്ടുകളുടെ മറവിൽ വെൺവർഗത്തെ ഇരയായി കാത്തിരിക്കുന്ന പ്രഡിക്റ്റേഴ്സ് ഉണ്ട്. ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ അവർ എന്നേക്കായിട്ട് അവരെ ഇരകളെ നിശബ്ദമാക്കും. ഇരുട്ടുകളുടെ മറവിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയുന്നത് കൂടിയില്ല. ഈ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ? ഇപ്പോ രാത്രി ഒരു പുരുഷന് പോലും സേഫായിട്ട് വീട്ടിലെത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നീ ഈ സമയത്ത് ഒറ്റയ്ക്ക്, അതും ഈ വേഷത്തില്, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. എന്നെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ കാര്യത്തിൽ തന്റെ സഹായം എനിക്ക് വേണ്ട. ഭർത്താവെന്ന പദവി വെച്ചുകൊണ്ട് എന്നെ ഭരിക്കാൻ വരരുത്. ഞാൻ തന്നെ ഭരിക്കാനോ തന്റെ അവകാശത്തിലോ അധികാരത്തിലോ കൈ കടത്താനോ അല്ല ശ്രമിക്കുന്നത്. ഞാൻ തന്നെ സംരക്ഷിക്കാനാ നോക്കുന്നേ. ഒരു രാത്രി കണ്ട മൃഗങ്ങൾക്ക് നിസ്സാരമായി പിടിച്ചു ചീന്താൻ വിട്ടുകൊടുക്കാനുള്ളതല്ല നീ. നീ എന്റെ പ്രസന്റാ. And I want you in my future too. എനിക്ക് തന്റെ സംരക്ഷണം വേണ്ടെങ്കിലോ? പക്ഷേ എനിക്ക് നിന്നെ സംരക്ഷിക്കണം. നീ എന്റെ ഭാര്യയാണ്. ഞാൻ തന്റെ ഭാര്യ എന്ന പദവി വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് താൻ എന്നെ സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്നത്. Look at yourself. You don't love me. You just love the idea of me being your wife. Open your eyes, Ishan, and see yourself. Hailey, it's not like what. Save your breath. എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയണ്ട. Go, Ishan. Go back to bed. Why can't you see I'm trying, Hailey? Then stop trying. ഇനിയും എനിക്ക് വേണ്ടി ഓടാനാണ് തന്റെ തീരുമാനമെങ്കിൽ
എന്നോട് തനിക്കുണ്ടെന്ന് താൻ തന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമില്ലേ? ലവ്. യു വിൽ ബേൺ ഡൗൺ ഇൻ യുവർ ഓൺ ലവ്. പക്ഷെ അത് പെട്ടെന്ന് തീരില്ല. ദാറ്റ് വിൽ ഈറ്റ് യു ഔട്ട് സ്ലോലി, സ്ലോലി, ലൈക്ക് എ സ്ലോ പോയ്സൺ വിത്ത് സോ മച്ച് പെയിൻ ദാൻ എനി അതർ ഫിസിക്കൽ ബോൺ. കെയർഫുൾ, I might skin you alive. എനിക്ക് എവിടെയാ തെറ്റുപറ്റിയ ഹെയ്ലി? Why can't you give me what I am giving you? ఫలసాయం చేసావమ్మా ఒట్టుగా ఒట్టుగా కనులకే తన రూపాన్ని గుట్టుగా అవుతను ఎవరే నడిచేవారా తలుపుల ధారా తను చూస్తుంటే రానే నిద్రా అలలై పొంగే అది తను పేరా సరి సరి త్వరపడకో తదుపరి కథ ఎటుకో మరి తన నడకో చివరికి ఎవరను సాయం చేసావమ్మా ఒట్టుగా ఒట్టుగా రూపానందించావి గుర్తుగా ఇది సరిపోదా. Come in. ഓ, ആരെങ്കിലും വന്നോന്ന് അറിയുമ്പോഴെങ്കിലും നിനക്ക് ആ കുന്തത്തിന്ന് തലയൊന്ന് ഉയർത്തി നോക്കൂടെ? നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആഹാ, അതുകൊള്ളാലോ. എന്റെ ബസ്സിലൂടെ കാണാൻ എനിക്ക് വന്നൂടെ? നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ആദ്യം നീ ആ കുന്തത്തിന്ന് തല ഉയർത്തി എന്നെ നോക്കി സംസാരിക്ക്, എന്നിട്ട് ഞാൻ കാര്യം പറയാം. ഓ, ഇനി പറ. യു നോ അബൌട്ട് ദ വെന്യൂ, റൈറ്റ്? എവിടെ വെച്ചാൽ നടത്തേണ്ടതെന്ന് നീ തീരുമാനിച്ചോ? ആരൊക്കെ എന്തൊക്കെ ടാസ്കാ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചോ? ഗസ്റ്റിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയോ? നിന്റെ അണ്ണാക്കിൽ പിരിവിട്ടിടമായി മോനെ. ദൈവം നിന്റെ വായിൽ നാക്കം തൊണ്ടയിൽ ശബ്ദം തന്നത് സംസാരിക്കാനാ, അല്ലാതെ മൂളാനല്ല. ഓ, എന്തു പറഞ്ഞാലും ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ തന്നെ മനുഷ്യൻ നിന്നുരുവും. വേണ്ട, ആ നോട്ടം ഇങ്ങോട്ട് വേണ്ട. Just show that attitude of yours down your throat. Get lost. അല്ലേലും ഞാൻ പോവുക. ഞാൻ ഇവിടെ നിന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. പിന്നെ നീ ഒരു കാര്യം മറക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനേ ഉള്ളൂ. With your attitude, my help will be a shooting star you just wish and never get. Do I need to call the security? Oh no, thanks. ദൈവം എനിക്ക് 2 സെക്സി ആയിട്ടുള്ള ലെഗ്സ് തന്നിട്ടുണ്ട്. Then use it. Oh, I will. And നീ ഒന്ന് മനസ്സ് വെച്ചാ ഈ കാലുപയോഗിച്ച് ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. I better chalk in this file and die. You will regret this. Fuck off, dude. പോയി വേറെ ആരെങ്കിലും കണ്ടുപിടിക്ക് to chalk between your sexy legs. 80+ സംസാരങ്ങൾ ബാൻ ചെയ്തു ബ്രോ. നീ അത് മറന്നതാണോ അതോ ഓർക്കാൻ വിസമ്മതിക്കുന്നതാണോ? Oh, I know. You started, and damn a bastard to not let you win. എനിക്ക് എപ്പോഴും upper hand വേണം ബ്രോ. Don't wanna lose. God ego problem, right? മഞ്ഞുമലയോളം വലുപ്പമുള്ള ഈഗോയും വെച്ചുകൊണ്ട് നടക്കുക തലയ്ക്ക് മീതെ ഒരു കിരീടം പോലെ. അവൾ നിന്നെ മൂക്കിട്ട് ഇക്ഷ ഇണ്ണ വരപ്പിച്ചിട്ടും നിന്റെ ഈഗോയ്ക്ക് മാറ്റിച്ചുകൊണ്ട് മാത്രം ഒരു മാറ്റവും ഇല്ല. പ്ലീസ് ഡോണ്ട് ഗോ ദേർ. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. ഹാ,
എന്തു പറ്റിയടാ? യുനോ, അവൾ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാ. ഒരുപാട്. ഞാൻ ട്രൈ ചെയ്തതാ ആ ഡിസ്റ്റൻസ് മാറ്റാനായിട്ട്. ബട്ട് ഷീ ഡോണ്ട് വാണ്ട് ഇറ്റ്. And the crazy part is, the distance is supposed to burn me. And it didn't. ഇപ്പോ എനിക്ക് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. I'm not hurt. I'm not sad. And I'm not happy either. It's empty. And I feel it damn and right. Like ആർക്കോ വേണ്ടി ഞാൻ എൻ്റെ വേദനയെ പറിച്ചു മാറ്റിയതുപോലെ, ആർക്കോ വേണ്ടി എൻ്റെ മനസ്സിനെ ഞാൻ വീണ്ടും ഒഴിച്ചതുപോലെ. എന്റെ ഫീലിങ്സിന് വാല്യൂ നൽകാത്തവർക്ക് വേണ്ടി ഞാൻ എന്തിനാ എഫോർട്ട് ഇടുന്നേ? ആർ യു ക്രേസി ബ്രോ? ഇത്രയും കാലം അവളുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിങ്സ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിട്ട് നീ എന്തൊക്കെ കോപ്രായങ്ങളാ കാണിച്ചു കൂട്ടിയേ. ബട്ട് ഇപ്പൊ അതെല്ലാം വേണ്ടാന്ന് വെക്കുവാണോ? ഐ ട്രൈഡ് ജിമിൻ. ആ കാര്യം നിനക്കും അറിയാന്നുള്ളതല്ലേ. എന്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിച്ചതാ ഈ 3 വർഷം അവളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫീലിംഗ് എനിക്ക് വേണ്ടി കൊണ്ടുവരാൻ. But now I'm exhausted. I'm done. I don't know what to do anymore. Don't tell me you are still a virgin. Thank the heavens I'm not. അവള് വില്ലിംഗ്ലി എൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മണി, മറ്റൊന്ന് സെക്സ്. അവൾക്ക് പുറത്തുനിന്ന് ആൾക്കാരെ കിട്ടാതെ വരുമ്പോഴായിരിക്കും. I don't know. Great. At least you are not getting blue balls. With your bank balance go zero. Fascinating, right? Yeah. Now get lost if you get enough gossip. Wait bro. അപ്പൊ ഇനി അങ്ങോട്ടുള്ള തീരുമാനം എന്താ നിന്റെ? അവളെയും തലേ ചുമന്ന് അവള് പറയുന്നതെല്ലാം കേട്ട് നിന്റെ ജീവിതം തുലയ്ക്കാനാണോ? അത് നിനക്ക് വേണ്ടിയിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്താനാണോ നിന്റെ തീരുമാനം? Let the beach call fate decide. ഞാനിനി എന്ത് ചെയ്യണമെന്ന്? But for now, let's just go with the flow. And by the way, I am handsome and single. നീ ഒന്നും മനസ്സ് വെച്ചാ അല്ല, I am just available. 1 minute. I'm just going to give you fucking 1 minute. അതിനുള്ളിൽ നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ മോനെ, man, I'm your friend. Guards, I'm off. Jesus. നോയിക്കോ, നിന്നെ വരച്ച വരയിൽ നിർത്താൻ കഴിവുള്ള ഒരാൾ നിന്റെ ജീവിതത്തിൽ ഉടനെ തന്നെ വരും. അപ്പൊ നമുക്ക് കാണാം അയാൾ എന്തെങ്കിലും പറയുമ്പോ നീ എന്നാ തേങ്ങയാ ചെയ്യാൻ പോകുന്നതെന്ന്. അതെന്റെ ടാസ്ക് അല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. ആരാ എന്നെ ഡെയർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ക്യൂപ്പിഡിന് വേറൊരു ജോലിയില്ലല്ലോ. എനിക്ക് ആദ്യം തന്നത് നല്ല സാധനമായിരുന്നു. ഞാൻ എന്റെ 3 വർഷം വെറുതെ കളഞ്ഞു. ഇനിയെങ്കിലും നല്ലതിനെ തരുമോ എന്തോ. കഴിവില്ലാത്ത സാധനം. Stupid Cupid. Ouch. It's hurt. താനിപ്പം പറഞ്ഞത് എനിക്കൊരു ഇൻസൾട്ട് ആണല്ലോ ബ്രോ. എന്നാ നമുക്ക് നിന്നെ മടക്കി ഓടിച്ച് കുപ്പിയിലാക്കുന്ന ഒരാളെ കണ്ടെത്തിയാലോ? ഇതെവിടെ ചെന്ന് വീഴോ നോക്കട്ടെ. കൊള്ളാലോ ആള്. നിങ്ങക്ക് കാണണ ഇവനെ കൊണ്ടാവും കുറച്ച് ബുദ്ധിമുട്ട്. എന്നാ പിന്നെ നിങ്ങൾ പോയി കണ്ടിട്ട് വന്നേക്ക്. तेरे पास जुनून तो होश उड़ा दूंगा सच में. Baby wait a sec. तुझे नहीं है पता है कितना मजा मेरे टच में. I know you want it, I know you need it. तेरी आंखों में लिखा है सब कुछ baby I can read it. थोड़ा सीधा साधा हूँ मैं, थोड़ा सा हूँ bad girl. Baby I'm a bad boy, can you be my bad girl? I'm a bad boy, can you be my bad girl? Hi, Rata baby hi, I-S-T-A-Y-F-L-Y. Fly, just a helicopter yo, I'm so sick. कोई बुलाओ डॉक्टर को. सब cash, no checks. मैं चुप रहूं swag करे मेरा flex. तो मैं आ गया baby तो तेरे boyfriend के आगे लगा दूंगा X. Boy, I'm down with you. तूने ले लिया ये दिल, तुझसे दूरी बनाए रखना boy अब हो गया मुश्किल. Boy, I'm down with you. तूने ले लिया ये दिल, तुझसे दूरी बनाए रखना boy अब हो गया मुश्किल.
boy, can you be my bad boy? ഈ ആഴ്ചയിലെ തന്റെ പേരിലെ എത്രാമത്തെ കംപ്ലൈന്റ് ആണ് ഇതെന്ന് തനിക്കറിയാവൂ? നിന്നെ കുറിച്ചുള്ള പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഈതൻ, ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് മര്യാദക്കിരുന്നൂടെ? അതിന് ഞാനല്ലല്ലോ, ഇവനല്ലേ തുടങ്ങിയത്. ഞാനെന്ത് ചെയ്തിട്ടാ? നീ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഈതൻ, ഡോണ്ട് റൈസ് യുവർ വോയിസ്. ഇത് ചന്തയില്ല, ഒരു റെസ്പെക്ടഡ് കോളേജ് ആണ്. ഇവിടെ മാന്യമായി പെരുമാറണം. ആദ്യം ഇവനോട് പറ ഇവന്റെ വായി പൂട്ടിവെക്കാൻ. Sir, he is the one who started the fight. നിർത്തടാന്നിരിക്കുന്നുണ്ടേ, ഇല്ല ഇവന് കൊടുത്തതിന്റെ ബാക്കി ഞാൻ നിനക്ക് തരും. He was scared. That way you're talking in Malayalam, so I can understand anything. You bloody fucker. ഈതൻ, മൈൻഡ് യുവർ ലാംഗ്വേജ്. Then say him to shut the fuck up. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ മാത്രം അവന് നിന്നെ എന്താ ചെയ്തേ? അവൻ എന്താ ചെയ്തെന്ന് അവനോട് തന്നെ ചോദിക്കുന്നതാ നല്ലത്. പറഞ്ഞു കൊടുക്കടാ, നീ എന്താ ചെയ്തെന്ന്. സാർ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ സാറിനോട് സംസാരിക്കുമായിരുന്നു. പെട്ടെന്നവൻ എവിടെ നിന്നോ വന്ന് എന്നെ തല്ലി ചോദിച്ചു. I don't know the reason. ചേച്ചെ അവളുടെ ചന്തിക്ക് പിടിച്ചോണ്ട് നിന്നാണോടാ സംസാരം ഉണ്ടാക്കുന്നേ? ഈതൻ, ഇന്നഫ്. അവരുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്. സാറുവൻ, I said enough. I'm calling both of your parents. എന്താ സാർ, എന്താ പ്രശ്നം? എന്തിനാ ഞങ്ങളിപ്പോ വിളിപ്പിച്ചേ? I'm glad that both of you can make it here. ഇവൻ വീണ്ടും എന്തേലും കൊള്ളാലോ ഈതൻ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ എന്താ പ്രശ്നമെന്ന് നിങ്ങൾ നിങ്ങളുടെ മോനോട് തന്നെ ചോദിച്ചു നോക്ക്. ഞാൻ പറയുന്നതിനേക്കാളും അവൻ പറയുന്നതായിരിക്കും നല്ലത്. ഈതൻ, ഇപ്രാവശ്യം നീ എന്താ ചെയ്തു കൂട്ടിയേ? അതെങ്ങനെയാ? അവനോട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് അവന് പോലും ഒരു ബോധമില്ല. ഞാൻ പറയാൻ കാര്യം, ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ മോനുണ്ടല്ലോ, ഈ ചെക്കനെ ക്യാമ്പസ് കോമ്പൗണ്ടിനകത്ത് വെച്ച് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചതച്ചു. ഇവന്റെ കയ്യിലിരിപ്പിന് അത് ആവശ്യം തന്നെയാ. അവൻ എന്തർഹനാണോ അത് മാത്രമേ അവൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അത് ഈ കോളേജിനകത്ത് വെച്ച് പറ്റില്ല. അതുമാത്രമല്ല, ഇവിടെയുള്ള ഓരോ പ്രൊഫസേഴ്സിനും ഇവന്റെ നേരെ കംപ്ലൈന്റ് ഉണ്ട്. സമയത്തിന് ക്ലാസ്സിൽ കയറില്ല, എപ്പോഴും ലേറ്റാ. സമയം താമസിച്ചതും പോരാങ്ങിട്ട് സ്വന്തം അച്ഛ വീട് പോലെയാ പെർമിഷൻ പോലും ചോദിക്കാതെ ഓരോ അവരും ക്ലാസ്സിൽ കയറുന്നേ. I'm the college topper, sir. Don't forget. ഈതൻ, They don't consider here ഏതൻ. ക്ലാസിന്റെ കാര്യം പോട്ടെ, അവൻ കോളേജിൽ കയറുന്നത് പോലും അവന്റെ ഇഷ്ടത്തിനാ. ഇന്ന് 1 മണിക്ക് അവൻ കോളേജിൽ കയറിയത്, അതും ഇവനെ തല്ലി ചതയ്ക്കാനായിട്ട്. ഇവനെ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇവന്റെ ഈ സ്വഭാവം ഇനിയും ഇവിടെ അനുവദിക്കാൻ കഴിയില്ല. അക്കാഡമിക്സിൽ ഇവൻ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവൻ ചെയ്ത എല്ലാ കണ്ണന്തിരവും ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് കണ്ണടിച്ചു വിട്ടത്. ഇനിയും അതെന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കും. ഇവനെ കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞങ്ങളെ വിട്ടുപോയതോളാം. What the hell, mom? നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. നീ പറഞ്ഞതും ചെയ്ത് കൂട്ടിയതും എല്ലാം മതി. ഇനി ഞാൻ തീരുമാനിക്കും എന്ത് വേണം വേണ്ട എന്ന്. അത് നീ അങ്ങ് അനുസരിച്ചാ മതി. But mom, ഈതൻ, അവള് നിന്നോട് എന്താ പറഞ്ഞത് നീ കേട്ടില്ലേ? മിണ്ടിപ്പോകരുത്. നീ നിന്റെ ജീവിതം ഡിസൈഡ് ചെയ്തത് മതി. ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ത് വേണം വേണ്ട എന്നുള്ളത്. നാളെ തന്നെ നീ ഹെയ്ലിയുടെ അടുത്തേക്ക് പോവുക. ഇവിടുത്തെ നിന്റെ പൊറുതിയൊക്കെ മതി. Dad, ഞാൻ എവിടേക്കും പോകുന്നില്ല. ഓ ബോയ്, വി ആർ യുവർ പാരന്റ്സ്. നിന്നെ എങ്ങനെ വളർത്തി വഷളാക്കാൻ അറിയുമെങ്കിൽ നിന്നെ നേരെയാക്കാൻ ഞങ്ങൾക്കറിയാം. മേക്ക് യുവർ ബാഗ്സ് ആൻഡ് ഗെറ്റ് റെഡി. നാളെ നീ നാട്ടിലേക്ക് പോവുക. സോറി മിസ്റ്റർ ജെയിംസ്, അവൻ ചെയ്തു കൂട്ടിയതിനെല്ലാം ഞങ്ങളും അപ്പ് ചോദിക്കുന്നു. വി ആർ റിയലി സോറി. ഇച്ചായ,
നിങ്ങൾ ഇഷാനെ വിളിച്ച് കാര്യം പറയും. ഞാൻ ഹേലിയോട് വിളിച്ച് കാര്യം പറയാം. ഇവന്റെ കാര്യത്തിൽ ഹേലിയോട് മാത്രമായി ഞാൻ അവളെ മാത്രമായി ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇഷാനെ വിളിക്കാം. നീ മോളെ വിളിച്ച് കാര്യം പറഞ്ഞേക്ക്. ഹലോ ഇഷാൻ. ആ ഹലോ അങ്കിൾ. പതിവില്ലാതെന്താ ഈ നേരത്ത്? 3 വർഷമായി നീ എന്റെ മരുമകനായിട്ട്. ഇപ്പോഴും ഈ അങ്കിൾ വിളി ഇവോൾവായി ഡാഡെന്നാകാൻ സമയമായില്ലേ? യു നോ ദ റീസൺ അങ്കിൾ. ഞാൻ ഇപ്പോഴും അങ്കിളിനെ ഡാഡെന്ന് വിളിക്കാത്തതിന്റെ കാരണം മറ്റാരേക്കാളും നന്നായിട്ട് അങ്കിളിനെ അറിയില്ലേ? അവൾ ഇപ്പോഴും നിന്നെ പഴയതുപോലെ തന്നെയാണോ പെരുമാറുന്നത്? അതിലൊരു മാറ്റവും വന്നില്ലേ? എന്ത് മാറ്റം അങ്കിൾ? അവൾക്ക് ഈ മാരേജ് വെറും ഒരു ബിസിനസ് ഡീൽ മാത്രമാ. അന്നും ഇന്നും അതിനി എന്നും. സോറി ഷാൻ, ഞാൻ ഈ മാരേജ് ഇങ്ങനെ ആവുമെന്ന്. എന്തിനാ അങ്കിള് സോറി പറയുന്നത് അങ്കിൾ? ഇതൊന്നും അങ്കിളിന്റെ തെറ്റോ കുറ്റമോ ഒന്നുമല്ലല്ലോ. ഞാനല്ലേ അങ്കിളിനോട് സോറി പറയാറില്ലേ? ഞാൻ അങ്കിളിന്റെ വാക്ക് തന്നതല്ലേ അങ്കിളിന്റെ മോളെ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയാക്കുമെന്ന്. എന്നിട്ട് എനിക്ക് ആ വാക്ക് നിറവേറ്റാൻ കഴിയില്ലല്ലോ. സോറി അങ്കിൾ. ഇഷാൻ മോനെ, ഞാൻ ട്രൈ ചെയ്തത് അങ്കിൾ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് പല രീതിയിലും. പക്ഷേ അവൾ എന്നെയോ എന്റെ എഫോർട്ടിനെയോ മനസ്സിലാക്കിയില്ല. കല്യാണ ദിവസത്തിന്റെ അന്നാ ഞാനും അവളെ ആദ്യമായിട്ട് കാണുന്നേ. അവൾക്ക് എന്നെ അറിയില്ല, എനിക്ക് അവളെ അറിയില്ല. ഞാൻ സമ്മതിച്ചു. ഞാൻ ഡിസ്റ്റൻസ് ഇട്ടു ആദ്യം. അവൾക്കും എനിക്കും ഒരുപോലെ സമയം കൊടുത്തു. 1 മാസത്തിനകം ഞാൻ സെറ്റായി. അവളെ അക്സെപ്റ്റ് ചെയ്തു. അവളും എന്നെ അക്സെപ്റ്റ് ചെയ്ത് കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവളെ സമീപിച്ചു. എന്റെ മനസ്സ് തുറന്നു. പക്ഷേ അവൾ എനിക്ക് തന്ന മറുപടി 1000 കത്തികൾ എന്റെ ചങ്കിൽ തുളച്ചു കയറുന്ന വേദന ഉണ്ടാക്കി. എന്നിട്ടും എന്റെ വേദനകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പരിശ്രമിച്ചു അവളെ സ്വന്തമാക്കാൻ, എന്റേത് മാത്രമാക്കാൻ. പക്ഷെ എന്നിട്ടും ഞാൻ വീണ്ടും വീണ്ടും വീഴാൻ തുടങ്ങി, പൂർവാധികം ശക്തിയോടുകൂടെ. ഓരോ വീഴ്ചയുടെയും വേദന അസഹനീയമായിരുന്നു. എന്നിട്ടും നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഞാൻ വീണ്ടും എഴുന്നേറ്റു, പുതിയ പ്രതീക്ഷയോടെ. എല്ലാ പ്രതീക്ഷകളും നശിപ്പിച്ചുകൊണ്ട് അവൾ എന്നിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടേയിരുന്നു. ഇപ്പോ ഞാൻ പരിശ്രമിക്കുന്നത് നിർത്തി, പോകുന്നത് പോലെ പോകട്ടെ എന്ന് കരുതി. അവളിൽ നിന്ന് ഒരു റിജക്ഷൻ കൂടെ എനിക്ക് താങ്ങാൻ കഴിയില്ല. ആൻഡ് അങ്കിൾ, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ മോളോടുള്ള പ്രണയം ഈ പരിശ്രമങ്ങളുടെ ഇടയിൽ ഞാൻ എവിടെയോ നഷ്ടപ്പെടുത്തി. എനിക്കിപ്പോ അവളോടൊന്നും തോന്നുന്നില്ല. ഒരു റൂഫ് ടോപ്പിന്റെ കീഴിൽ താമസിക്കുന്ന 2 അപരിചിതരാണ് ഞങ്ങൾ. എന്നോട് ക്ഷമിക്കുങ്ങൾ. ഞങ്ങൾ ഒരിക്കലും സെറ്റാവില്ല. എന്നായാലും ഒരിക്കൽ ഞങ്ങൾ പിരിയേണ്ടവരാ. അതെനിക്കിപ്പോ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇഷാൻ, അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഡൈവോഴ്സിന്റെ വക്കീലാണെന്ന്. ഞങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾ 2 പേരും ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. നീ ശ്രമിച്ചു മോനെ, അതെനിക്കറിയാം. ഞങ്ങളുടെ മോള അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാത്തത്. നിങ്ങൾ പിരിയുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കലും മോനെ കുറ്റപ്പെടുത്തില്ല. ഞങ്ങളുടെ മോളുടെ ഭാഗത്താ തെറ്റ്. അവക്ക് കിട്ടിയ സൗഭാഗ്യം അവളായിട്ടാ നശിപ്പിച്ചത്. എന്തൊക്കെ തന്നെയായാലും നീ എപ്പോഴും ഞങ്ങളുടെ മോനായിരിക്കും ഇഷാൻ. ഐ നോ അങ്കിൾ, ഐ നോ. അങ്കിൾ വിളിച്ച കാര്യം എന്താ? അത് പിന്നെ മോനെ, ഞങ്ങളുടെ ഇളയ മോൻ ഈതനെയും കൂടെ നിങ്ങളുടെ കൂടെ ഒന്ന് താമസിപ്പിക്കാവോ? 1-2 വർഷത്തേക്ക് അവന്റെ കോഴ്സ് ഒന്ന് കഴിയുന്നത് വരെ. അതിനെന്താ അങ്കിൾ, അവൻ എന്റെ അനിയനല്ലേ. മോന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഹേലിയുടെ കൂടെ മാത്രമായിട്ട് അവനെ നിർത്താൻ എനിക്കൊരു വിശ്വാസമില്ല. അവളും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്. എന്റെ മോന്റെ സ്വഭാവമാണേ നിനക്കറിയാലോ. ഇപ്പോഴും കോളേജിൽ അടിയുണ്ടാക്കിയ അവിടെ നിന്ന് ഇറങ്ങുന്നേ. അപ്പോ ഒരു വിശ്വാസമുള്ള കയ്യിൽ ഏൽപ്പിച്ച. അതിനെന്താ അങ്കിൾ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ മോളെ മേയ്ക്കുന്ന അത്രയും അവൻ വരില്ല എന്ന് എനിക്ക് തോന്നുന്നേ. അത്ര നിസ്സാരമായിട്ട് നീ അവനെ കാണണ്ട. നിന്റെ ഭാര്യയുടെ 2.0 ഡോൺ വറി അങ്കിൾ, അവനെ ഞാൻ നോക്കിക്കോളാം.
എന്നാ പിന്നെ ശരി അങ്കിൾ, 2 ദിവസത്തിനകം ഞങ്ങളുടെ കമ്പനിയുടെ ഒരു സക്സസ് പാർട്ടി ഉണ്ട്. ആ പാർട്ടിക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മോക്ക് ഷോപ്പിങ്ങിന് പോകണം അത്രേ. കൊണ്ടുപോയില്ലേ അവള് വരത്തില്ല. അപ്പൊ ഞാനും അവളെയും കൂട്ടി ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. എന്നാ പിന്നെ ശരി മോനെ, അവൻ നാളെ അങ്ങ് എത്തും. Midnight on my skin, silence in your voice. I don't chase the feeling. വാട്ട്? താൻ തന്റെ ബ്യൂട്ടി നാപ്പ് എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പോവാമായിരുന്നു. എവിടേക്ക് പോവാൻ? താനല്ലേ പറഞ്ഞത് സക്സസ് പാർട്ടിക്ക് വരണമെങ്കിൽ തന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണമെന്ന്. അതിന് ഓ അങ്ങനെ. ബട്ട് മിസ്റ്റർ ഇഷാൻ, എനിക്കിപ്പോ തീരെ സമയമല്ലല്ലോ. എനിക്ക് സമയമുള്ളപ്പോ ഞാൻ പറയാം. അപ്പൊ നമുക്ക് 2 പേർക്കും കൂടെ പോയി ഷോപ്പ് ചെയ്യാം. അതിന് തന്റെ സമയവും സന്ദർഭവും അനുസരിച്ച് പോവാൻ ഞാൻ തന്റെ വേലക്കാരനല്ല. മര്യാദയ്ക്ക് വാ. I don't knock on doors, I don't ask to stay. What's meant to find me? തുള്ളിക്കുതിച്ച് പോവേല്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ പട്ടി. ഇന്ന് നിന്റെ ബാങ്ക് ബാലൻസ് 0 ആക്കിട്ടെ ബാക്കി കാര്യമുള്ളൂ. Every signal you're missing, like silence and truth. Who follows intuition? എടുക്കാനുള്ളത് എല്ലാം എടുത്തേക്ക്. 1-2 വർഷത്തേക്ക് ഇങ്ങോട്ട് തിരിച്ച് കാലുകുത്തുന്ന കാര്യമേ മറന്നേക്ക്. ഞങ്ങൾക്ക് നിന്നെ കാണാൻ തോന്നുമ്പോ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അയ്യോ, അങ്ങ് വന്ന ബുദ്ധിമുട്ടിനൊന്നും ഒരു താല്പര്യമില്ല. ആ, അതും ഒരു വിധത്തിൽ ഞങ്ങൾക്ക് സൗകര്യമായി. ചുമ്മാ സമയമില്ലാത്ത സമയത്ത് നിന്നെ കാണാൻ അങ്ങ് വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. നീയായിട്ട് പറഞ്ഞത് വലിയ കാര്യമായി. പിന്നെ അവിടെ ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. അതായത് നിന്റെ ഈ മുൻഷുണ്ടി കോപം പിന്നെ ഈ തല്ലുകൊളുത്തരില്ലേ, അതൊന്നും അവിടെ കാണിക്കരുതെന്ന്. പുതിയ കോളേജാണ്, അവിടെ നിന്റെ വേലത്തരങ്ങളൊന്നും കാണിക്കരുത്. ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പോലെ പോവുക, പഠിക്കുക, തിരികെ പോവുക, അത്ര തന്നെ. നിന്റെ ഈ ഡോൺ കളിയൊന്നും അവിടെ ഇറക്കണ്ട. മാം, ഡാഡ്, can you just stop it? I know what to do. ഓ, അത് ഞങ്ങൾ കണ്ടായിരുന്നു. അതിന്റെ അനന്തരഫലവാ നീ ഇപ്പൊ അനുഭവിക്കുന്നേ, മറക്കണ്ട. പിന്നെയും ഞാൻ പറയാ, ഇഷാന്റെയും ഹേലിയുടെയും ജീവിതം ഓൾറെഡി മെസ്ഡപ്പ് ആണ്. അത് പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. Dad, Mom, for fuck's sake. ലാംഗ്വേജ്. For God's sake. I am not a child. I know what the hell is to do. So can you guys just stop it? ഞങ്ങൾ നിർത്തി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് മുഴുവനും നിന്റെ പ്രശ്നമാ. ഞങ്ങൾ അതിൽ ഇടപെടാനേ ഇല്ല. So, happy journey to the new life. ഈതൻ സാർ ഇവിടെ. ആരാ? ഞാൻ ഇഷാൻ സാർ പറഞ്ഞിട്ട് വന്നതാ സാറിനെ പിക്ക് ചെയ്യാൻ. എന്നാലേ താൻ ചെന്ന് തന്റെ ഇഷാൻ സാറിനോട് പറഞ്ഞേക്ക് ഈ ഈതൻ സാർ പോയെന്ന്. സാർ, സാർ. ഓ,
എന്താടാ, എന്താ പ്രശ്നം? ഈതൻ, ഹേലിയുടെ ബ്രദർ, അവിടെ എന്തോ തല്ലുമഴക്കുണ്ടാക്കിയിട്ട് അവനെ എന്റെ അടുത്തേക്ക് അയച്ചു അവന്റെ പേരൻസ്. അവൻ ഇന്ന് ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവനെ പിക്ക് ചെയ്യാൻ തോമസ് അങ്കിളിനെ അയച്ചതാ. ആരെ? നിന്റെ ഡ്രൈവറിനെയോ? ആ, അങ്കിൾ പിക്ക് ചെയ്യാൻ പോയതാ. ആളെ കാണാൻ ചെയ്തു. പിന്നെന്താ? ആ തെമ്മാണി ടാക്സി പിടിച്ച് വേറെ എങ്ങോട്ടോ പോയെന്ന്. അതേ, അവൻ ടാക്സി പിടിച്ച് വേറെ എങ്ങോട്ടോ പോയി. വാട്ട്? വന്ന് കയറിയില്ല, അതിനു മുമ്പേ നിനക്ക് പണി തരാൻ തുടങ്ങിയല്ലോ. നിന്റെ ഭാര്യയുടെ അനിയനെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു. ചേച്ചി ശരി, അനിയന് ശരി, രണ്ടുപേരും എനിക്ക് സമാധാനം തരില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതാണെന്ന് തോന്നുന്നു. ഇനി എന്താ? എന്ത്? ഒന്നുമില്ല. അവന് വേണോന്ന് തോന്നുമ്പോ അവനായിട്ട് വരട്ടെ. അവന്റെ ചേച്ചിയെ മെരുക്കാൻ പെട്ട പാട് എനിക്കറിയാം. ഇനി എനിക്ക് വയ്യ അവന്റെ പിറകെ കിടന്ന് ഓടാനായിട്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്തോ ഈ തലവേദന കേസെല്ലാം എന്റെ വണ്ടിയിൽ തന്നെ വരുന്നേ. അവൻ നിന്റെ ബ്രദർ ഇൻ ലോയാ, മറക്കണ്ട. നിന്നെ വിശ്വസിച്ച അവരവനെ ഇവിടേക്ക് അയച്ചത്. പിന്നെ അവന്റെ ചേച്ചിയുടെ കാര്യം, അവളെ ഇങ്ങനെ ആക്കിയത് നീ തന്നെയാ. നീ എത്രത്തോളം താഴ്ന്നു കൊടുക്കോ അത്രത്തോളം അവള് നിന്നെ ചവിട്ടി മെതിക്കും. ആദ്യമേ ഒരു സ്റ്റാൻഡിൽ നിന്നിരുന്നെങ്കിൽ അവളിന്ന് ഇങ്ങനെ ആവുമായിരുന്നു. എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്ക്. എന്തായാലും 2 ദിവസം ഇങ്ങനെ പോട്ടെ, ഇവന്റെ കഴിയും വരെ. അത് കഴിഞ്ഞിട്ട് എന്താണോ നോക്കാം. എന്തായാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുവരേക്കും അവന് ഈ കിട്ടിയ സ്വാതന്ത്ര്യം അവൻ ആസ്വദിക്കട്ടെ. എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയെന്ന അവന്റെ ആ സന്തോഷം, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന ആ ആത്മവിശ്വാസം, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. 2 ദിവസത്തിനകം ഞാൻ അവനെ പൂട്ടും. 1-ാം തരം മണിച്ചിത്ര താഴിട്ട് തന്നെ പൂട്ടും. അപ്പോ നീ രണ്ടും കൽപ്പിച്ച അല്ലേ? എൻജോയ് വൈൽ യു ക്യാൻ ബ്രോ. കാരണം നീ എന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാ there is no going back. ആരാ ഈ നേരത്ത്? വിരോധില്ലേ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ആരാ? മനസ്സിലായില്ല. ഞാൻ ഈതൻ, ജോയലിന്റെ ഫ്രണ്ടാ. ഓ, അപ്പൊ ആ അവതാരമാണല്ലേ താൻ? ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്ററാണല്ലേ? ആ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അച്ഛനും അമ്മയ്ക്കും പറ്റിയ തെറ്റേ. അവനില്ലേ ഇവിടെ? ഉണ്ടുണ്ട്, അകത്തുണ്ട്. അല്ലാണ്ട് അവൻ എവിടെ പോവാനാ? നീ ആരോടാടി സംസാരിക്കുന്നേ? അതോ നിനക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അസുഖവും തുടങ്ങിയോ? നിന്റെ വട്ട് ഇത്രയും മൂത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോടി. വട്ടം നിന്റെ മറ്റ നോക്ക്. പിന്നെ ആരോടാ നീ സംസാരിക്കുന്നേ? വേണേ നോക്ക്, ഞാൻ പോന്നു. ഇവക്കിതെന്ത് പറ്റി? ഇവൾ ആരോടാ ഈ സംസാരിച്ചേ? വിരോധമില്ലേ, ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ. ഈതൻ, ഹായ്. അപ്പൊ നീ അങ്ങോട്ടേക്ക് പോകുന്നില്ലേ? പോണില്ലേന്ന് ചോദിച്ചാ പോണം, പോവാതിരിക്കാൻ കഴിയില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിയട്ടെ. അവര് പറയുന്നതെല്ലാം ഞാൻ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നാണ് അവര് വിചാരിച്ചെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറിക്കോട്ടെന്നേ. എന്റെ പുതിയ ഗാർഡിയൻ എന്നെ കുറിച്ച് അന്വേഷിക്കട്ടെന്നേ, എന്നിട്ട് നോക്കാം. യു ആർ ഇൻസെയിൻ. നിന്റെ പേരൻസ് ഇതൊക്കെ അറിഞ്ഞാ എന്താവും നിനക്കറിയാലോ. നിന്നെ നന്നാക്കാൻ വേണ്ടിട്ടാ അവര് നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അപ്പൊ വന്ന് കയറുന്നതിന് മുമ്പേ നീ നിന്റെ പരിപാടി തുടങ്ങി. നന്നാവാൻ ഒരു ഉദ്ദേശവും ഇല്ല അല്ലേ? നിനക്കറിയാന്നുള്ളതല്ലേ, ഞാൻ ആരുടെ ഓർഡർ ഇതുവരെ അനുസരിച്ചിട്ടില്ല, ഇങ്ങോട്ട് അനുസരിക്കുകയുമില്ല. കുറച്ച് വട്ടം കറങ്ങട്ടെന്നേ.
എന്നെ അങ്ങനെ എളുപ്പത്തിൽ നന്നാക്കാൻ പറ്റുമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റി. അവരത് അറിയട്ടെന്നേ. നീ എന്തേലും കാണിച്ചു വിട്ടു. പിന്നെ നിന്റെ തല്ലുള്ള തരത്തിന് കൂട്ടിന് നിൽക്കാൻ ഞാനില്ല. അതങ്ങനെ ശരിയാവും? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പോ എന്നെ സഹിക്കാനുള്ളത് നീയല്ലേ? സഹായിക്കാനുള്ളതോ സഹിക്കാനുള്ളതോ? രണ്ടും. അപ്പൊ അതിനൊരു തീരുമാനമായി. ഇതെന്നെയും കൊണ്ടേ പോവൂ. താൻ ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ളതെന്ന് തീരുമാനിച്ചോ? നീ കുപ്പിന്നിറങ്ങിയെന്ന ഭൂതം എങ്ങാനുമാണോടി? പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാവാനും. പോടാർക്ക, താൻ പറ. ഇത് കൊള്ളാം. എന്റെ വീട്ടില് എനിക്കൊരു വിലയില്ല. 5 മിനിറ്റ്, 5 മിനിറ്റത്തേക്ക് വായ നടച്ചു വെക്കാവോ? അല്ലല്ല, ഞാനൊന്നും വിടുന്നില്ല. ആ, അതാ നല്ലത്. എവിടെ അഡ്മിഷൻ എടുക്കുന്നേ? ഇതുവരെയും ഒന്നും തീരുമാനിച്ചില്ല. നോക്കാം. അങ്ങനെയാണേ ഇവൻ പോകുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കാമല്ലോ. തനിക്കൊരു കൂട്ടുമാവും. ആ, അത് ശരിയാ. ആദ്യമായിട്ട് ഇവള് ഒരു ഉപകാരമുള്ള കാര്യം പറയുന്നേ. ചെറുക്കാനി നിർത്തിക്കോ, ചുമ്മാ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ. എടി, ഞാൻ നിന്റെ ചേട്ടനാടി. എനിക്കൊരു അല്പം റെസ്പെക്ട് താ. അറ്റ്ലീസ്റ്റ് വേറെ ആരെങ്കിലും ഇരിക്കുമ്പോഴെങ്കിലും. ആ, നിനക്ക് ഇത് തന്നെ കൂടിപ്പോയി. ഏത് സമയത്ത്? ആ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. ഏത് സമയത്താണെന്തോ അവർക്ക് അബദ്ധം പറ്റിയേ. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എങ്ങനെയാണോ? എന്തായാലും കൊള്ളാം. 2 ദിവസത്തേക്ക് എനിക്ക് എന്റർടൈൻമെന്റ് ആയി. എന്റർടൈൻമെന്റോ? അപ്പൊ നീ പോകുന്നില്ലേ? ഇവിടെയാണോ സ്റ്റേ? അതെല്ലോ, എനിക്ക് ഈ നാട്ടിൽ ഇവിടെ നിന്നെ മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ഇവിടെ നിൽക്കും ഞാൻ. ഈശ്വര, ഇവനെ ഞാൻ ഇനി സഹിക്കണോ? മണിക്ക് റെഡി ആയിട്ടേക്ക്. ഞാൻ വന്ന് പിക്ക് ചെയ്യാൻ തന്നെ. എപ്പോ കഴിയും എന്ത് ഈവന്റ്? ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് നേരത്തെ പോരണം. പബ്ബിലേക്കായിരിക്കും അല്ലേ? നിനക്ക് ഒരു ദിവസം പോലും ഈ കള്ളും നിയോൺ ലൈറ്റ്സും സ്ലട്ടി ഡാൻസും ഒഴിവാക്കാൻ പറ്റില്ലേ? ഇല്ല, ഒഴിവാക്കാൻ പറ്റില്ല. നീ വിചാരിക്കുന്ന സമയത്തൊന്നും വരാൻ പറ്റില്ല. യു നോ വാട്ട്, ഐ ഡോണ്ട് കെയർ. എന്തൊക്കെ തന്നെയായാലും ഞാൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ ഞാൻ പോകും. പറ്റില്ല. അങ്ങനെ നിന്റെ ഇഷ്ടത്തെ പോവാനും വരാനും പറ്റില്ല. നീ എന്റെ കൂടെ തന്നെ വേണം, ഈവന്റ് കഴിയും വരെയും. ഐ ഡെയർ യു. എന്റെ വിരൽത്തുമ്പിൽ കിടന്ന് കളിക്കുന്ന ഒരു പപ്പറ്റ് മാത്രമാ നീ. എന്റെ പ്രണയത്തിന് വേണ്ടി എന്റെ പിന്നാലെ ഓടുന്ന വെറുമൊരു ലാപ് ഡോഗ്. അങ്ങനെയാണ് നീ കരുതി വെച്ചിരിക്കുന്നത് മൈ ഡിയർ വൈഫി? ദെൻ യു ആർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് മീ. നീ പറഞ്ഞത് ശരിയാ, ഞാൻ നിന്റെ ലാപ് ഡോഗ് ആയിരുന്നു. ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ് ബേബി. ബട്ട് നൗ വാട്ട് ഡു യു മീൻ ബൈ ആയിരുന്നു? ട്രൈങ് ഹാർഡ് ടു ഗെറ്റ്. ഇതാണ് നിന്റെ അവസാനത്തെ അടവ്? എന്ത് തന്നെയായിരുന്നാലും എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാത്തതാണോ? പോക്കറ്റിലുള്ള ഐഡിയാസ് തീരുമ്പോ നീ തന്നെ എൻ്റെ അടുത്തേക്ക് വരും, പഴയതുപോലെ. ഹേലി, എനിക്ക് നിന്നെ അറിയുന്നതിൽ ഒരു അംശം പോലും നിനക്കെന്നെ അറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നതിന് കാരണം എനിക്ക് എവിടെയൊക്കെ ഒരു ഹോപ്പുണ്ടായിരുന്നു, ഒരു മനോഹര ജീവിതം എനിക്ക് കിട്ടുമെന്ന്. ബട്ട് നൗ യു നോ വാട്ട്, ഐ ഡോണ്ട് കെയർ എനിമോർ. ഇപ്പൊ എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം എന്താണെന്നറിയാവോ? ടു ഷോക്കേഴ്സ്. ഒരു അലങ്കാര വസ്തു മാത്രമാണ് നീ. ലക്ഷറി ലൈഫിൽ പൊതിഞ്ഞ എന്റെ ഭാര്യ എന്ന അലങ്കാര വസ്തു. ഇഷാൻ, താൻ എന്തൊക്കെയാ? ബി റെഡി ഓൺ ടൈം. പുല്ല് എന്തേലും കാണിക്കട്ടെ, എനിക്കെന്താ?
up close, you're going down. I don't need chains to make you stay. One look at you, give it all away. എന്തേലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞ താനിത് ചേഞ്ച് ചെയ്യൂ. നോ. Then let's go. പിന്നെ നമ്മുടെ ബന്ധത്തിലുള്ള പ്രശ്നം അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവരെ അറിയിക്കരുത്. കീപ് അപ്പ് ദ ആക്ട്. വാച്ച് മീ. Made of sin. ഇത് സക്സസ് പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തത്തില് ഒരു മാഫിയ വൈബാണല്ലോ. കാരണം ഒരു മാഫിയുടെ കൂടെയുള്ള ഡീലാ ലോക്ക് ചെയ്ത്, അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റൈലിലാ പാർട്ടി. പിന്നെ പകുതി ഒഴിച്ച് മുങ്ങാന്ന് എന്തേലും തീരുമാനം ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. അതിന്റെ പരിണിത ഫലം നന്നായിരിക്കില്ല. എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റാത്ത പ്രോമിസ് ഒന്നും ഞാൻ ആർക്കും കൊടുക്കില്ല ഈശാൻ. ഞാൻ പോവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പം പോകണമെന്ന് തോന്നും, അപ്പം ഞാൻ പോകും. നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് തീരെ സമയമില്ല. ഞാൻ അവിടെ കാണും. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. യാ, ജസ്റ്റ് ഗോ ആൻഡ് ലീവ് മീ അലോൺ. ഈശാൻ, മിസ് മീ. ജിയ, നീ എപ്പോഴാ വന്നേ? ഇന്ന് ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നുമില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മോളെ? പരമസുഖം. എന്റെ ചേട്ടൻ തന്റെയും കൂടി കെട്ടിച്ചു വിട്ട പിന്നെ സ്വസ്ഥം സുഖം സമാധാനം. പറയും പോലെ അവനെവിടെ? അവനെ കണ്ടുപിടിക്കാനാണോ പാട്? ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ഇടയിൽ നോക്കിയാൽ മതി, അവൻ കൃത്യമായിട്ട് അവിടെ തന്നെ കാണും. നിന്റെ അല്ലേ ചേട്ടൻ? മാൻ, ഞങ്ങള് പരമ്പരാഗതമായിട്ട് സൗന്ദര്യം ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തിലാ. നല്ലതാ. ഓ, ദേണ്ട വരുന്നു എന്റെ ഏട്ടൻ തെണ്ടി. നീ എപ്പോഴാ വന്നേ? അതെന്തിനാ നീ അറിയുന്ന? നിന്നോട് ചോദിച്ചത് എന്റെ തെറ്റ്. ഡാ ഇഷാൻ, നീ എന്റെ കൂടെ വന്നേ. അല്ല, അവനെവിടേക്ക് കൊണ്ടുവന്നു? തൽക്കാലത്തേക്ക് അത് നീ അറിയണ്ട. ഇഷാൻ വാ. എവിടേക്കാടാ? നീ എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? നിന്റെ പാർട്ടിയില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താന്ന് നിനക്കറിയാവോ? എന്ത് സുന്ദരികളായ തരുണീമണികൾ. അതിനൊന്നുമില്ല. നീ എന്റെ കൂടെ വന്നേ, നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കട്ടെ. What the hell? He is married. പിന്നെ നല്ല ദാമ്പത്യ ജീവിതമല്ലേ അവൻ നയിക്കുന്നത്. നീ എന്റെ കൂടെ വന്നേ ഇഷാൻ, അവളുടെ പൊട്ടത്തരവും കേട്ടോണ്ട് നിൽക്കാതെ. അപ്പൊ അവന്റെ വൈഫോ? അത് ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാ. ഡാ ഇഷാൻ, ഞാൻ പറയുന്നതൊന്നും നീ സമാധാനോട്ട് കേൾക്കണം. ഓക്കെ? ദിസ് വേൾഡ് ഇസ് എ സീ വിത്ത് പ്ലെന്റി ഓഫ് ഫിഷസ്. ഒന്ന് പോയാ വേറൊന്ന് ഇറങ്ങി തപ്പു ബ്രോ. എടാ, നീ ഇങ്ങനെ ഇരുന്നെന്നും പറഞ്ഞ് ഒരു കാര്യമില്ല. നിനക്ക് വേണ്ടി നീ ആരെങ്കിലും ഒന്ന് കണ്ടെത്താൻ നോക്ക്. If you don't mind, can I know what's going on? ഊഫ്, അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ആദ്യം അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കട്ടെ. എടാ, നീ പറയും പോലെ പെട്ടെന്ന് ചെന്ന് ആരെങ്കിലുമൊക്കെ പ്രണയിക്കാൻ പറ്റുമോ? പ്രണയം വെറുമൊരു വികാരം മാത്രമല്ല, ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ, ലൈക്ക് മാജിക്കൽ. പ്രണയം എന്നത് ഹെയ്ലി ഞാൻ പ്രണയിച്ചതുപോലെ മനഃപൂർവ്വം എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഞാൻ അവളെ പ്രണയിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്നതുകൊണ്ട് പ്രണയിക്കുന്നതല്ല. യു നോ വാട്ട്? പ്രണയം എന്നത് വെറും ഒരു മോഹം മാത്രമാ. ഐ ഡോണ്ട് ജസ്റ്റ് നീഡ് എ ലവ്, ഐ നീഡ് സംതിങ് ഹോട്ടർ, ഡീപ്പർ, ഡാർക്കർ ദെൻ ലവ്. വാവ്, കേട്ടിരിക്കാൻ എന്താ രസം. നീ ഇവിടെ ഇങ്ങനെ കൊണകൊണാന്ന് കൊണത്തോണ്ടിരുന്നെന്നും പറഞ്ഞ് ഇങ്ങനത്തെ സാധനം നിന്റെ മടിയിൽ വന്ന് വീഴയൊന്നുമില്ല. ഇറങ്ങിപ്പോയി അന്വേഷിക്കടോ. സമയാകുമ്പോ എനിക്കുള്ളത് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ നീ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണും ഞാൻ പോകുന്നു. ഹലോ, അബി ദേർ. അങ്ങനെ അങ്ങ് പോയി.
എപ്പോഴും പബ്ബിലേക്ക് ഓടിക്കിതച്ച് പോകുന്നതെന്ന്